ആപ്കി അദാലത്തിൽ ലോക് ജനശക്തി പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ചിരാഗ് പാസ്വാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. ചിരാഗ്, ലാലുജി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പോഴെല്ലാം BJP-ക്കാർ കുടുംബരാഷ്ട്രീയത്തിനെ പറ്റി സംസാരിക്കുന്നു. പക്ഷേ ചിരാഗിന്റെ കുടുംബത്തിനെ മറന്നു കളയുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ചിറ്റപ്പനും രാഷ്ട്രീയത്തിലാണ്, ബ്രദേഴ്സ്, റിലേറ്റീവ്സ് ഇവരെല്ലാവരും രാഷ്ട്രീയത്തിലുണ്ട്. ഇല്ല, ഇപ്പൊ ചിറ്റപ്പനും ചേട്ടനും എല്ലാരും പോയിരിക്കുവാണ്. ഇപ്പൊ എന്റെ കുടുംബം കുറച്ച് ചുരുങ്ങി. ഇപ്രാവശ്യം എന്റെ അമ്മാവനുണ്ട്, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കും, തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. 2014 ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരുന്നതും. അപ്പോഴും കുടുംബരാഷ്ട്രീയത്തിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞത് ഇവരുടെയും കുടുംബരാഷ്ട്രീയം, അതുകൊണ്ടാണ് മോൻ ഇങ്ങോട്ട് വരുന്നതെന്ന്. എന്തൊക്കെയാ അവർ പറഞ്ഞു. ഞാൻ 85,000 വോട്ട് വ്യത്യാസത്തിലാണ് ജയിച്ചത്. 2019 ഈ വോട്ടിന്റെ മാർജിനും ഇതിന്റെ ഡിഫറൻസും 2.5 ലക്ഷത്തിനേക്കാൾ കൂടി. അതിന്റെ അർത്ഥം 14 തൊട്ട് 19 വരെ ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ സർവീസ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ഓടിയിട്ടുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഞാൻ 2014 2019 എനിക്ക് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. 2020 എന്റെ പാർട്ടിയുടെ പേര്, എന്റെ പാർട്ടിയുടെ സിമ്പിൾ എല്ലാവരും അവിടുന്ന് പറിച്ചെടുത്തു. എന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ അവരെടുത്ത് പുറത്താക്കി. അതിനുശേഷം ഞാൻ പിന്നെ സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങിയത്. ഞാനൊരു പുതിയ പാർട്ടി ആരംഭിച്ചു, പുതിയ ആളുകളെ അതിനകത്തോട്ട് വെച്ചു, പുതിയ ആൾക്കാരെ ഞാൻ സപ്പോർട്ടായിട്ട് എടുത്തു, അവരുടെ പിന്നാലെ ഞാൻ നടന്നു. ഓരോ കാര്യം ഞാൻ തന്നെ ചെയ്താണ് ഈ പൊസിഷനിലോട്ട് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് അലയൻസിൽ ആരും ഫ്രീ ആയിട്ട് തന്നെ ഒരു സീറ്റും തരത്തില്ല സർ. ഒരു പക്ഷേ അലയൻസിൽ 5 സീറ്റാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ലോക് ജനശക്തി പാർട്ടിക്ക് മാത്രം വെറും 5 സീറ്റാണ് ഉള്ളത്. അതിലുള്ളതും 5 സീറ്റ് മാത്രമാണ്. ഇതിനെല്ലാത്തിനും കാരണം എന്റെ ഒറ്റ ആളുടെ ഹാർഡ് വർക്കാണ് സർ. ഇല്ലെങ്കിൽ സീറ്റ്സ് ഒന്നും കിട്ടില്ല സർ. താങ്കൾക്ക് 5 സീറ്റ് കിട്ടുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പാസ്വാന്റെ കുടുംബം കുടുംബരാഷ്ട്രീയം ചെയ്യുന്നു, പക്ഷെ ലാലുജി കുടുംബരാഷ്ട്രീയം ചെയ്യുന്നില്ല. ലാലുജി അദ്ദേഹത്തിന്റെ മകനെ ഇലക്ഷനിൽ നിർത്തുകയും രോഹിണിയെയും നിർത്തുന്നു, മീസയെയും നിർത്തുന്നു. അതിലെന്താണ് ഇത്ര തെറ്റ് കാണാനുള്ളത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കും, പക്ഷേ മീസാക്ക 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പിന്നെയും തോറ്റുപോയി. പിന്നെ എന്തുകൊണ്ട് അവരെ തന്നെ 3ാമത്തെ പ്രാവശ്യം നിൽപ്പിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. അതും ആർക്കെതിരെയാണ് തോൽക്കുന്നത്? രാംകൃപാൽജിക്കെതിരെ. രാംകൃപാൽജി ആരാ? അദ്ദേഹം ഒരു വർക്കർ. RJDയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം ഒരു വർക്കറായിരുന്നു. അതിനുശേഷം പിന്നെ BJPയിൽ ഇരുന്നപ്പോഴും അദ്ദേഹം ഒരു നല്ല സോഷ്യൽ വർക്കർ ആയിരുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഹെവി ആയിട്ടുള്ള വെയിറ്റ് സോൺ ഇവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തിനായിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് ഒരിക്കലും ഇരിക്കത്തില്ല. ഇവൻച്വലി നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആണ് ആ ക്രൈറ്റീരിയയിലോട്ട് നിങ്ങൾ വിളിച്ചോണ്ട് പോകുന്നത്. താങ്കൾ നൽകിയൊരു ടിക്കറ്റ്, അതായത് JDUവിന്റെ MNCയുടെ വൈഫ്, മറ്റൊന്ന് JDUവിലെ ഒരു പ്രമുഖ നേതാവിന്റെ മകൾ ജമ്മുവിൽ ജിന്നാദേവിക്കും നൽകിയിരിക്കുന്നു. ഇവരെയൊക്കെ നോക്കുകയാണെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യയും മക്കളും മകളും ഒക്കെ അല്ലേ? എന്താ ശരി? നിങ്ങൾ ശാംബികയെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അവരെ നിങ്ങൾ രാഷ്ട്രീയക്കാരന്റെ മോളെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞ് അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു യങ് ആയ പൊളിറ്റീഷ്യനാണ്. നല്ല ബുദ്ധിപൂർവ്വമുള്ള ഒരാള്, വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ ലേൺഡ്. അവരുടെ സ്പീച്ചസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ വളരെ നന്നായിട്ടുണ്ടാവും. അവർ തനിച്ച് നിന്ന് തന്നെ അവിടെ സോഷ്യൽ സർവീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ വീണാജിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, അവർ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്നു ചോദിച്ച ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പൊ അവർക്ക് കഗടിയാൻ നിന്നും വന്ന രാജേഷ് ശർമ്മ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. അദ്ദേഹം ഒരു യങ്ങായ ചെറുക്കനാണ്, നല്ല രീതിക്ക് സംസാരിക്കും. അവരിതിനു മുമ്പ് ഭരണത്തിലില്ലെങ്കിൽ പോലും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. അദ്ദേഹം ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. 2020 ഇലക്ഷനിൽ നിന്നിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ല. ബാഗൽപൂരിലെ തെരഞ്ഞെടുപ്പിൽ പോലും നിന്നിരുന്നു. ബീഹാർ ഇങ്ങനെയാണെന്നുള്ള ഒരു ഇമേജ് ഞാൻ ഈ നാട്ടിന് മുമ്പിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് വരെ ബീഹാറിന്റെ ഇമേജ് ഈ നാട്ടിന് മുമ്പിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ബീഹാർ എന്ന് വെച്ചാൽ ടെററിസം, കറപ്ഷൻ, ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഇമേജസ്. നാളെ ഇതിനെക്കുറിച്ച് നിങ്ങളും വിചാരിച്ച് വളരെ സന്തോഷിക്കാൻ പോകുന്നു. അരുൺ ഭാരതി ആയിക്കോട്ടെ, ശാംബകി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ രാജേഷ് വർമ്മ പോലും ആയിക്കോട്ടെ, ചിരാഗ് പാസ്വാൻ ആ ഗ്രൂപ്പിൽ ഒരാളാണ്. ഇവരൊക്കെ പഠിച്ച യങ്സ്റ്റേഴ്സ് ആണ്. അവര് തന്നെ മുമ്പിലോട്ട് വന്ന് ജനങ്ങളുടെ ഓരോ സുരക്ഷയ്ക്ക് വേണ്ടി ഓടുകയാണ്. ചിരാഗ്, ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ മറ്റുള്ള പാർട്ടി നേതാക്കന്മാരെ, അതായത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ലാലു പ്രസാദ് ആണെങ്കിലും തേജസ്വി ആണെങ്കിലും ഇതെല്ലാം കുടുംബരാഷ്ട്രീയമാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷെ BJP നേതാക്കന്മാരെ നോക്കിയ സമ്രാട് ചൗധരി, അദ്ദേഹത്തിനും കുടുംബരാഷ്ട്രീയമുണ്ട്. സഞ്ജയ് ജയ്സ്വാളിനെ കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്തില്ലല്ലോ. എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാനും കഴിയില്ല. ഞാൻ എന്തിനാ അവരങ്ങനെ ചെയ്യാൻ പോകുന്നത്? കുടുംബരാഷ്ട്രീയത്തിനെ കുറിച്ച് ഞാൻ എന്തിനാ പറയുന്നത്? ആരോടൊപ്പം അലയൻസ് വെച്ചിട്ടുണ്ടോ അവരോടും കുടുംബരാഷ്ട്രീയത്തിനെ പറ്റി ചോദിക്കും. സർ, ഞാനത് നേരത്തെ പറഞ്ഞില്ലേ. അതായത് പ്രധാനമന്ത്രിയുടെ സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. പാർലമെന്റിന്റെ ലാസ്റ്റ് സെക്ഷനിൽ, ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സ്പീച്ച് നിങ്ങൾ കേട്ടിരുന്നാൽ, അദ്ദേഹം അതിൽ കറക്റ്റായിട്ട് ഈ കുടുംബരാഷ്ട്രത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ഭരണക്കാരാണ് BJPയിലുള്ള ചില വലിയ പുള്ളികളുടെ പേരും പറഞ്ഞ് കുടുംബരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ അവർ സമയം കളഞ്ഞുകൊണ്ടിരുന്നു. ആ സമയം നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രധാനമന്ത്രി മോഡിജി കാറ്റഗറൈസ് ചെയ്ത് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഒരാൾ അവരുടെ കഴിവും കൊണ്ട് മുന്നോട്ട് വരുവാണെങ്കിൽ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചില വലിയ പാർട്ടീസൊക്കെ അവരുടെയൊക്കെ തലവന്മാരായിട്ട് പിന്നെയും ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവരെ കൊണ്ട് ലോഞ്ചോ ആവാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിയാണോ? സോ ഇതാണ് തെറ്റ്. ഒരുപക്ഷെ ചാൻസ് കൊടുക്കുകയാണെങ്കിൽ തെറ്റില്ല, പക്ഷേ തിരിച്ച് ചാൻസ് കൊടുക്കുന്ന ഒരു അർത്ഥവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ലെന്നാണ് അർത്ഥം. അതുകൊണ്ടായിരിക്കും ഈ BJP-ക്കാർ പറയുന്നത് തേജസ്വി യാദവ് ചാണകത്തെ അൽവയും അൽവയെ ചാണകം എന്ന് പറഞ്ഞ് വിൽക്കുന്ന ആളാണ്. അതവര് 90s പഠിക്കുന്നതുകൊണ്ട് ആ വക എക്സാമ്പിൾസ് അവർ കൊടുക്കത്തുള്ളൂ എപ്പോഴും. അതുകൊണ്ടായിരിക്കും ചാണകവും ആവശ്യമില്ലാത്ത സാധനങ്ങളും. ഇപ്പോൾ താങ്കൾ കാലിത്തീറ്റയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഈ കാലിത്തീറ്റ സ്കാം ഉണ്ടായിരുന്നല്ലോ. തേജസ്വി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഒരുപക്ഷേ ലാലു യാദവ് BJP-യിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഹരിചന്ദ്രനായി മാറുമെന്ന്. BJP വാഷിംഗ് മെഷീനകത്തിൽ അദ്ദേഹത്തെ ഇട്ടാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള അഴിമതി കേസെല്ലാം പോയി അദ്ദേഹം ക്ലീൻ ആയിട്ട് പുറത്തു വരുമെന്ന്. സാർ എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഫൺവേയിലാണ് സംസാരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നാടിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റമിൻ്റെ മേത്താണ് ഓരോ ചോദ്യവും വരുന്നത്. നാടിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റമിൻ്റെ മേത്താണ് ചോദ്യം വരുന്നത്. ഇതൊക്കെ ശരി, ഇത്ര വർഷങ്ങളായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ രക്ഷിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്ന ഓരോ ആൻസസ്റ്റേഴ്സിനാണ് നമ്മൾ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അവരൊക്കെ അത് നാണം കെടുത്തുന്ന രീതിയാണ്. ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റവരൊക്കെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനാണ് അവരൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഇവിടെ ഇവർ ജുഡീഷ്യൽ സിസ്റ്റം മൊത്തമായിട്ടും തന്നെയാണ് നാണം കെടുത്തുന്നതൊക്കെ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ നല്ല ഒരു വിശ്വാസമുണ്ട് രജിത് സാർ. അതായത് ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ മേത്ത് എനിക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. ഒരു പക്ഷേ നിങ്ങളാണ് കുറ്റവാളിയെന്ന് വെച്ചാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. ഇതാണ് ഇന്ത്യയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു അത്യാവശ്യപ്പെട്ട വാക്ക്. നോക്കൂ, ജനങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇലക്ഷന് മുമ്പ് കേജ്രിവാളിനെ ജയിലിനകത്ത് ഇട്ടു, അതുപോലെ ഹേമന്ത് ഷോറിനെ ജയിലിലടിച്ചു. കാരണമുള്ളതുകൊണ്ടല്ലേ സാർ അവരെ ജയിലിലിട്ടത്? കാരണമൊന്നുമില്ലാണ്ട് എന്തുകൊണ്ടാണ് ജയിലിൽ പിടിച്ചിടാൻ പോകുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്? ഇന്ന് നോക്കിയാൽ കെജ്രിവാൾജി ആരുടെ സപ്പോർട്ടാണ് നേടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് അദ്ദേഹം ആരുടെ സപ്പോർട്ടിലാണുള്ളത്? ഇന്ന് അദ്ദേഹം ആരുടെ സപ്പോർട്ടിലാണുള്ളതെന്ന് പറയേ. സോ കോൾഡ് ഇന്ത്യൻ അലയൻസ്, വാട്ട് എവർ അലയൻസ്, എന്തൊക്കെ ആയാലും അവരൊക്കെ ഏത് സ്റ്റേജിലായിരുന്നത്, കേജ്രിവാൾജിയെ അറസ്റ്റ് ആകുമ്പോൾ ഏത് സ്റ്റേജിലായിരുന്നെന്നും പറയണം. നിങ്ങൾ ഓരോരുത്തരുടെ മുഖം സൂമിൻ ചെയ്ത് കാണിക്കണം. അതേ ഗാന്ധി ഗ്രൗണ്ടിൽ തന്നെ കേജ്രിവാൾജി ഈ ഫ്ലാഗ് എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ണാ ഹസാർജിയുടെ മൊമെന്റില് കറപ്ഷൻ ആ തെറ്റാ ഈ തെറ്റാന്നും പറഞ്ഞാണ് അവരവിടെ കിടന്ന് ചുറ്റിക്കൊണ്ടിരുന്നതൊക്കെ. ഇന്ന് ജയിലിൽ നിന്ന് പുറത്തു വരാനായിട്ട് അവരുടെ അടുത്ത് സപ്പോർട്ട് നേടിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയേണ്ടത്. ശരിക്കും തേജസ്വി യാദവും നിങ്ങളും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, സത്യമാണോ? നിങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ സൗഹൃദമുണ്ടെന്നും ഒക്കെ പറയുന്നത് കേട്ടു, അതൊക്കെ സത്യമാണോ? ഇവിടെയൊന്നും ഇരിക്കുന്നില്ല, പക്ഷെ എന്റെ ഫ്രണ്ട് മാത്രമല്ല, എന്റെ ഒരു നല്ല അനിയനുമാണ് അവൻ. തേജശ്രീയെ എപ്പോഴും ഞാനൊരു നല്ല അനിയനായിട്ട് അനിയെന്ന് വിളിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഒരു കാരണമുണ്ട് അതിനൊക്കെ. അത് നിങ്ങൾക്കും കൂടെ റിലേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളുടെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് മാറും. ശരിക്കും എനിക്ക് അങ്ങനെയാണ് അത് കണക്ട് ആയതൊക്കെ. എൻ്റെ അച്ഛൻ്റെ, അതായത് അത്രയും മര്യാദയുള്ള ഒരു ലാലുജി ആയാലും അവർക്ക് രണ്ടുപേർക്കും ഒരു നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. ആ ബോണ്ടിങ് വെച്ചായിരുന്നു നല്ല രീതിയിൽ അവർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടുപേർക്കും നല്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ കൊച്ചു വയസ്സ് തൊട്ട് തേജശ്രീയെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സും ആയിരുന്നു. അപ്പോൾ ആരെ താങ്കൾ സഹോദരൻ അല്ലെങ്കിൽ സുഹൃത്തെന്ന് വിളിക്കുന്നുവോ അദ്ദേഹത്തിന്റെ പബ്ലിക് മീറ്റിംഗിൽ തന്നെ അദ്ദേഹം താങ്കളുടെ അമ്മയെ പറ്റി വൃത്തികേട് പറഞ്ഞു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുമ്പോൾ എന്റെ മനസ്സിന് നല്ല വിഷമമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിന് നല്ല വിഷമം തരുന്നതാ. ആരെ ഞാൻ ഇത്ര ദിവസം എന്റെ അനിയനായിട്ട് കരുതിയോ അവന്റെ കൺമുമ്പിൽ തന്നെ കുറച്ച് ആളുകൾ എന്റെ കുടുംബത്തിനെ ഇഷ്ടം പോലെ വഴക്ക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ കാര്യമൊക്കെ നല്ല ഓപ്പൺ ആയിട്ട് തന്നെ പറയുക. ആരിവിടെ അലയൻസിലുണ്ടെങ്കിൽ എനിക്ക് പറയാൻ ഒരു പേടിയുമില്ല. രാവുഡേജി എന്റെ ഒരു അമ്മയെ പോലെയാണ്. അവരെ ഞാൻ എൻ്റെ ഒരു അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത്. മീസാക്ക എൻ്റെ ഒരു ചേച്ചിയെ പോലെയാണ്. പിന്നെ രോഹിണിജി എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ്. ഈ കുടുംബത്തിൽ എനിക്കൊരു ബന്ധമുണ്ട്. ഇന്ന് ഞാൻ വേറെ ഒരു അലയൻസിലുണ്ടാകാം, പക്ഷേ ഈ കുടുംബത്തിലുള്ള ആ ബന്ധം ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ലപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് തേജസ്വിക്ക് മുമ്പായിട്ട് തന്നെ, തേജശ്രീയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ കുടുംബത്തെയാണ് അവർ അപമാനമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ മിണ്ടാണ്ടും അനങ്ങാണ്ടിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഒരുപക്ഷെ ഞാൻ തേജശ്രീയുടെ സ്ഥാനത്തിരുന്നിരുന്ന, ഒരുപക്ഷെ അവരാരെങ്കിലും ഇത് കൂട്ട് വാക്കുകളാലും സംസാരിച്ചിരുന്നെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നെന്ന് അറിഞ്ഞാൽ ഞാൻ എതിർത്ത് തീർച്ചയായിട്ടും അവർ ചോദ്യം ചോദിച്ചിരുന്നേനെ. ഞാൻ അവിടെ തന്നെ നിന്ന് അവരെ കൊണ്ട് സോറി പറയിപ്പിച്ചേനെ. പിന്നെ ഇത് കൂട്ട് ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് ഒരു സ്ഥാനവും അവിടെ കൊടുക്കാൻ പാടില്ല. എന്തൊക്കെ ശത്രു ആയിരുന്നാലും ആ മര്യാദയെങ്കിലും ഒന്ന് രക്ഷിച്ചിരിക്കണ്ടേ. ഉത്തരം നൽകിയിട്ടുണ്ട്. തേജസ്വി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, താഴെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്, അതുപോലെ ആരൊക്കെയോ എന്നെ ദിവസവും വഴക്ക് പറയുന്നുണ്ടെന്ന്. നോ, ദിസ് ഇസ് ഈവൻ വേഴ്സ്റ്റ്. അദ്ദേഹം ഇതിപ്പോ ഇന്ന് ജസ്റ്റിഫൈ ചെയ്യുവാണ്. എന്റെ അമ്മ അദ്ദേഹത്തിന് ഒരു അമ്മയെ പോലെയല്ലേ.
ഈ കാര്യം ആ അമ്മയെക്കുറിച്ചോ അല്ലെ എൻ്റെ അമ്മയെക്കുറിച്ചോ അല്ലേ, ഇത് എല്ലാ അമ്മമാർക്കും ഉള്ള കാര്യങ്ങളല്ലേ. നമ്മളെല്ലാവരും ഓരോ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. നമുക്കൊക്കെ ചേച്ചിയും അനിയത്തിമാരും ഉണ്ടതാണ് ആ കുടുംബത്തിൽ. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ കേട്ടോണ്ട് ചുമ്മാതിരിക്കും? നിങ്ങളത് ചോദിച്ചില്ലെന്നും പറഞ്ഞ് അതിന് ജസ്റ്റിഫിക്കേഷനും പറഞ്ഞുകൊണ്ടിരിക്കുക. രജത് സാർ മുന്നെയാണ് ഇരിക്കുന്നത്, സ്റ്റേജ് ഇവിടെ ആയിരിക്കുന്ന, പോഡിയം ഇവിടെയാണുള്ളത്, മുമ്പിൽ തന്നെയാണ് അവർ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ PM സാർ ഉള്ളിടത്ത് പോയി നിന്നാൽ പോലും അവിടുന്ന് ആര് ശബ്ദം ഇട്ടാലും PM സാറിന് നല്ല രീതിയിൽ കേൾക്കാൻ കഴിയും. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ആർക്ക് എന്താ പ്രശ്നമെന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ലൈനിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അമ്മേനെ അനിയത്തിനെ തെറ്റായ രീതിയിൽ സംസാരിക്കുന്നു. ആ വാക്കാണെങ്കിൽ എന്നെ കൊണ്ട് പറയാനും കഴിയത്തില്ല. അത് ബീപ്പില്ലാണ്ട് ഒരു നാഷണൽ ചാനൽസിന്റെ മുന്നേ നിങ്ങൾക്ക് കാണിക്കാനും കഴിയില്ല. പക്ഷെ അദ്ദേഹം ഇത് കേട്ടോണ്ട് അനങ്ങാണ്ട് ഇങ്ങനെ കല്ല് പോലെ നിപ്പുണ്ട്. അതെങ്ങനെ എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? താങ്കളുടെ മുന്നിൽ വെച്ച് തേജസ്വി ആരെങ്കിലും എന്തെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വിട്ടിരിക്കില്ല, ഉറപ്പായിട്ട് ഞാൻ അത് വിട്ടിരിക്കില്ല സർ. തേജശ്രീയെ വഴക്ക് പറയുന്നത് മാത്രമല്ല, വേറെ ഏതൊരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്താലും ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഇതുപോലത്തെ ഒരു സൊസൈറ്റിയിൽ, സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ വഴക്ക് പറയാനോ ഇൻസൾട്ട് ചെയ്യാനോ ഒരു റൈറ്റ്സും ഇല്ല. ഞാൻ പിന്നെ ഇത് പറയുവാണ്, മര്യാദയുള്ള വാക്കുമൂലവും നമ്മുടെ ഓപ്പോസിഷൻ നമുക്ക് കാണിക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ഓരോ രീതി നോക്കുവാണെങ്കിൽ ഓരോ അലിഗേഷൻസ് മാറ്റിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇതൊക്കെ മാറിയില്ലേ സർ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സർ. ഒരാൾക്ക് എന്തോരം ധൈര്യം ഉണ്ടെങ്കിൽ, അതായത് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞിട്ടും അവൻ ചിരാഗ് പാസ്വാനെ കുറിച്ചായിട്ട് തെറ്റായ രീതിയിലാണ് സംസാരിക്കുന്നത്, പക്ഷെ അവനെ ഒന്നും ചെയ്യത്തില്ല. അവൻ ഏതെങ്കിലും ഒരു നാട്ടിലോട്ട് പോകാൻ തന്നെ നിങ്ങൾ വെച്ചോളൂ. അവിടെ പോയി അനിയത്തിയ അമ്മമാരെ എല്ലാരെയും അവൻ തെറ്റായ വാക്ക് മാത്രമല്ല തെറ്റായ ആക്ടിവിറ്റീസിൽ ഇറങ്ങാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ സാർ? അവൻ എവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ അവനൊന്നും പറ്റത്തില്ല. കാരണം അവൻ ചിരാഗ് പാസ്വാനെ കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞു. മറ്റേതാരാ ഒരു കഷ്ടപ്പെടുന്ന ഒരു പെണ്ണല്ലേ? ബീഹാർ ജനങ്ങളുടെ അനാലിസിസ് എന്താണെന്ന് വെച്ചാ, യാദവന്മാരെല്ലാവരും കൂടി ചേർന്ന് പാസ്വാനെ വഴക്ക് പറയുക. എന്റെ ദൈവമേ, ഇതാണ് അവരുടെയൊക്കെ ഒരു ഡിവിഷൻ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ പറയേ, എല്ലാ യാദവും പാസ്വാന് എതിരായിട്ടാണോ ഉള്ളത്? RJDയിൽ പാസ്വാൻസ് ഒന്നും ഇല്ലേ? അത് മാത്രമല്ലാണ്ട് BJPയിലാണെങ്കിൽ യാദവ്സും ഇല്ലേ? എന്തൊക്കെ സംസാരം ഇത്? ഇതുപോലത്തെ കളികളാണ് ഇവർ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്. ഇനിയും അത് തന്നെ ഉപയോഗിക്കാൻ പോകുന്നതും. ഞാൻ യാതൊരു യാദവിനെയും പിരിച്ചു നോക്കിയിട്ടില്ല, യാതൊരു പാസൻസിനെയും പിരിച്ചു നോക്കിയിട്ടില്ല, ഏത് ബാക്ക്വേർഡ് ഫോർവേഡ് എന്നിനും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, നമ്മൾ വെറും ഒരു ബിഹാരിയാണ്. എന്നും ബിഹാരിയുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് വഴക്കിടുന്നത്. നമ്മൾ ബീഹാറിന്റെ ഒരു ശക്തതയ്ക്ക് വേണ്ടിയാണ് വഴക്കിടുന്നത്. ഈ സ്വദേശം പഠിത്തത്തിന് കിട്ടിയ ഒരു നല്ല പേരുമായിരുന്നു ശരിക്കും. നളന്ദ യൂണിവേഴ്സിറ്റി ഇവിടെ തന്നെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി വളരെ റെസ്പെക്ട് ആയിട്ട് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫോട്ടോസ് ബാക്കിൽ വെച്ച് അവരവരെ കാണുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് ഫോട്ടോസ് എടുക്കുവാണ്. ആ ഗൗരവവും ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ബീഹാറിൽ പഠിത്തത്തിന്റെ ഒരു അവസ്ഥ നോക്കണം. ആ സിറ്റുവേഷൻ മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങളും ഇപ്പോൾ. ഇവരൊക്കെ ഇപ്പൊ MOI സമീകരണമാണ് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു കാര്യം ചെയ്താണ് എല്ലാവരും പിരിക്കുന്നത്. എനിക്കും MOI സമീകരണമുണ്ട്, പെണ്ണുങ്ങളുടെ സമീകരണമുണ്ട്, പിന്നെ യുവാസിന്റെ സമീകരണമുണ്ട്. ഏത് ജാതി ആയിരുന്നാലും ശരി, ഞാൻ എല്ലാവരും ഒരുമിച്ചാക്കും. എല്ലാ ജാതിയിലുള്ളവരായാലും ശരി, ഞാൻ എല്ലാവരും ഒരുമിച്ചാക്കിയിരിക്കും. ഏത് മതത്തിലുള്ളവരായാലും ശരി, എന്തായാലും ഞാൻ എല്ലാവരും ഒരുമിച്ചാക്കും. ഒരിക്കലും ഞാൻ നിർത്താൻ പോകുന്നില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ബീഹാറിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ബീഹാറിന്റെ CM ആകണമെന്ന് ആഗ്രഹിക്കുമോ, അതല്ല കേന്ദ്രമന്ത്രിയാണോന്ന് ആഗ്രഹിക്കുമോ? ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ഇഫ് ഫിഷസ് വെർ ഹോഴ്സസ് ദെൻ ബെഗേഴ്സ് വുഡ് ഡ്രൈവ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന എല്ലാം കൂടെ അങ്ങോട്ട് നടക്കുവാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് സത്യത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നാൽ ഇന്ന് എൻ്റെ അച്ഛൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേനെ. എൻ്റെ കുടുംബം ഇങ്ങനെ പകുതിയിലായിരിക്കില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ട പോരാട്ടത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ ആഗ്രഹം ഒരു സൈഡും ഇങ്ങനെ സത്യം ഒരു സൈഡിലും ഉണ്ട്. ഞാൻ ശരിക്കും ഇതെന്റെ ഫുൾ മനസ്സും വെച്ചാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല. 3 വർഷത്തിന് മുമ്പ് എനിക്കറിയത്തില്ല. അതായത് പറയത്തില്ലേ മറ്റേ നെപ്പോ കിഡ്സ് ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്നൊക്കെ, സ്വർണ്ണ പ്ലേറ്റിൽ കഴിക്കുന്നതും ഇങ്ങനെ ഊട്ടി കൊടുക്കുന്നതെന്നൊക്കെ എന്തൊക്കെ ഇവർ പറയും. സത്യം പറയണമെങ്കിൽ എൻ്റെ അടുത്ത് ശരിക്കും ഒരു വീട് പോലും ഇല്ല. ആരടുത്ത് പറയാണ്ട് രാത്രി തന്നെ അവരെൻ്റെ സാധനം എല്ലാം വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ച് ഒറ്റ എറിഞ്ഞ്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യാവസ്ഥയ്ക്ക് മുമ്പിൽ ഒരു ആഗ്രഹം ഇങ്ങനെ വിജയിക്കില്ല. ഫ്യൂച്ചറിൽ എന്താ കിട്ടാൻ പോകുന്നതെന്ന് മാത്രം എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ചിരാഗ് പാസ്വാൻ എല്ലാ സിറ്റുവേഷനും തയ്യാറാണ്. സിറ്റുവേഷൻ എന്തോ ഒരു മോശമായാലും ശരി, ഞാൻ എല്ലാം ഫേസ് ചെയ്യാൻ റെഡിയാണ്.